ഈ മൂന്നാമത്തെ മരുന്ന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അല്ലെങ്കിൽ ദ കിങ് രാജാവ് അസിത്രോമൈസിൻ ആണ്. ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ഓൾറെഡി ചിലത് കണ്ടു കഴിഞ്ഞു, എങ്കിലും ഒന്ന് പറയാം. സോ ഇതിന്റെ സ്ട്രക്ചർ തന്നെ 15 കാർബൺ ആറ്റമുള്ള ഒരു സ്ട്രക്ചർ ആണ്. അസോലൈഡ് റിംഗ് ആണ്. അസോലൈഡ് റിംഗ് ആണ്, അല്ലാതെ 14, 16 അതല്ല. സോ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറവാണെന്നുള്ളതാണ്. മറ്റു മാക്രോലൈഡ്സിന് റെസിസ്റ്റന്റ് ആയത് ഇതിന് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. രണ്ടാമത്തത് ഡ്രഗ് ഈസ് ലോങ് ആക്ടിംഗ് ആണ് എന്നുള്ളതാണ്. ലോങ് ആക്ടിംഗ് ആണ്. ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 2 to 4 days ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പൊ ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ആൻഡ് മൂന്നാമത്തത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാവുന്നത് ഈ മരുന്ന് ഇൻട്രാസെല്ലുലാർ, സെല്ലിന്റെ അകത്ത് കയറുന്ന മരുന്നാണ്. ഇൻട്രാസെല്ലുലാർ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ സെൽ ഇതാണെങ്കിൽ സെല്ലിന്റെ അകത്ത് കയറും. സെല്ലിന്റെ അകത്ത് ഒരു ഫാഗോലൈസോസോം ഉണ്ടെങ്കിൽ അതിനകത്തും കയറും. സോ ഇതിനകത്തൊക്കെ ഇരിക്കുന്ന ഓർഗാനിസ്റ്റ് സെല്ലിനകത്ത് കയറുന്ന ഇൻട്രാസെല്ലുലാർ പാത്തോജൻസിനെ കൊല്ലാൻ പറ്റും. മാത്രമല്ല സെല്ലിനകത്തിരിക്കുന്നതുകൊണ്ട് ഇത് പുറത്തേക്ക് പോകാത്തതുകൊണ്ട് കൂടുതൽ നേരം എഫക്ട് കിട്ടുകയും ചെയ്യും. സോ ഇത് മൂലം നമുക്ക് 3 to 5 ദിവസം വരെ കഴിച്ചാലും നമുക്ക് കൂടുതൽ ദിവസം, പമോക്സലിനൊക്കെ 10 ദിവസം കഴിക്കുന്ന ഫലം നമുക്ക് 3 to 5 ദിവസം ഇത് കഴിച്ചാൽ കിട്ടും. സോ ലോങ് ആക്ടിങ് ആണ്. സോ ഇതെല്ലാം കൊണ്ടിട്ടാണ് ലോങ് ആക്ടിങ് എഫക്ട് ഉള്ളത്. മാത്രമല്ല ഇത് WBCയുടെ അകത്ത് കിടക്കും, ഫാഗോസൈറ്റ്സിന്റെ അകത്ത് കിടക്കും. സോ പെരിഡോണ്ടൽ അല്ലെങ്കിൽ ജിഞ്ചേവൽ സാധാരണ കടക്കാത്ത ഫ്ലൂയിഡുകളാണ്. സോ ഈ ഫ്ലൂയിഡിനകത്തൊക്കെ കിടക്കുന്നുണ്ട് ഡെന്റൽ ഡോക്ടേഴ്സിനൊക്കെ ഇത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ 30 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 2 hours ശേഷമോ കഴിക്കാനാണ് ഈ മരുന്ന് പറയുന്നത്. എങ്കിലും ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ദിവസം ഒരു നേരം കഴിക്കുമ്പോൾ അത് നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാം. ഭക്ഷണം കഴിക്കാത്ത സമയത്ത് കഴിച്ചാൽ മതി. ഇനി ഭക്ഷണത്തോടൊപ്പം കഴിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എറിത്രോമൈസിൻ പോലെയുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മരുന്നിനില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രഗ്നൻസിയിൽ സേഫ് ആണ്. പ്രഗ്നൻസിയിൽ എല്ലാ മാക്രോലൈഡ്സും സേഫ് ആണ്. സോ ഇതും സേഫ് ആണ്. സോ നമുക്ക് പല കേസിലും ടെട്രാസൈക്ലിനോ ഫ്ലൂറോക്വിനോൾസോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കേസുകളിൽ നമുക്ക് അസിത്രോമൈസിൻ ഫലവത്താണ്. സോ വി ക്യാൻ ഗിവ്. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അസിത്രോമൈസിന് CYP3A4 ആക്ഷൻസ് ഇല്ല. സോ മറ്റേ എറിത്രോമൈസിൻസ് ഗ്രൂപ്പിൽ ഈ എറിത്രോമൈസിൻസിനൊക്കെ അതുണ്ട്, അല്ലെങ്കിൽ എറിത്രോമൈസിൻ മറ്റു മരുന്നുകൾക്കൊക്കെ അതുണ്ട്. സോ ഡ്രഗ് ഇന്ററാക്ഷൻ എന്നുള്ള പോസിബിലിറ്റി മറ്റു മരുന്നുകളുടെ ദോഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഏഴാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള പൊട്ടാസ്യം ചാനൽ. ഹൃദയത്തിലുള്ള പൊട്ടാസ്യം ചാനലിലുള്ള ആക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. സോ അതുകൊണ്ട് കാർഡിയാക് സേഫ്റ്റി ഈ മരുന്നിന് കൂടുതലാണ്. ദെൻ എട്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കുട്ടികളിൽ സേഫ് ആണ്. സോ ചിൽഡ്രൻ ഇറ്റ് ഈസ് സേഫ് ആണ്. എറിത്രോമൈസിൻസ് എല്ലാം സേഫ് ആണ്. പക്ഷെ നമ്മൾ പറയാൻ കാരണം ഇപ്പോൾ ടെട്രാസൈക്ലിൻ, ഫ്ലൂറോക്വിനോലോൺസ് ഒന്നും പിള്ളേരിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ആ സമയത്തൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. ചിൽഡ്രനിൽ സേഫ് ആണ്. ദെൻ അടുത്ത 9ാമത്തെ ഗുണം റീനൽ ഫെയിലിയറിൽ സേഫ് ആണ്. റീനൽ ഫെയിലിയറിൽ അത്ര വലിയ പ്രശ്നമില്ലാത്ത മരുന്നാണിത്. ദെൻ ഹെപ്പാറ്റിക് ഫെയിലിയറിലും മരുന്ന് സേഫ്. സോ റീനൽ ആൻഡ് ഹെപ്പാറ്റിക് ഫെയിലിയറിൽ സേഫ് ആയിട്ടുള്ള മരുന്നാണിത്. ദെൻ ഇനി 10ാമത്തെ ഗുണം എറിത്രോമൈസിൻ പോലെ മോട്ടിലിൻ റിസപ്റ്ററിൽ ഇതിന് ആക്ഷൻ ഇല്ല. മോട്ടിലിൻ റിസപ്റ്റർ അപ്പൊ ഡയറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ 10 ഗുണങ്ങൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ താരതമ്യേന ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു മരുന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉപയോഗങ്ങൾ പറയാം. ഗുണഫലങ്ങൾ ഞാൻ ABCD ഓർഡറിൽ പറയാം. നമ്മൾ ഡോക്സൈക്കിളിൽ അങ്ങനെയാണ് പറഞ്ഞത്. സോ ആദ്യത്തെ ഗുണം A വെച്ചിട്ട് തുടങ്ങാം. A ഞാൻ എഴുതിയത് എറ്റിപ്പിക്കൽ ന്യൂമോണിയ ആണ്. എറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ സാധാരണ മൈക്കോപ്ലാസ്മ ഒക്കെ വെച്ചിട്ടുണ്ടാകുന്ന ന്യൂമോണിയാണ് മൈക്ലാസ്മ. സോ M വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചേർക്കാം. സോ അവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ ഉപയോഗിക്കാം. അതല്ലാതെ ഉണ്ടാകുന്നതാണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. ഇപ്പോൾ കമ്മ്യൂണിറ്റി അക്യൂട്ട് ന്യൂമോണിയയിലൊക്കെ പല സംഭവങ്ങൾ കൊണ്ടുണ്ടാകാം. സോ അതിനൊക്കെതിരെയൊക്കെ ഉപയോഗിക്കാം. സോ ഓറലായിട്ട് കൊടുക്കാം, IV ആയിട്ട് കൊടുക്കാം, പിള്ളേർക്ക് കൊടുക്കാം. ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. സോ ദീസ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള മരുന്നാണ് ഇത്. ഇനി B വെച്ചിട്ട് പറയുകയാണെങ്കിൽ ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നാണ് അതിനെ പറയാം. സോ അത് വേണമെങ്കിൽ Pയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ബോർഡറ്റെല്ല പെർട്ടൂസിസ് ഓർ അതിന്റെ മലയാളം പേര് മലയാളമല്ല, വൂപ്പിംഗ് കഫ് എന്നാണ്. വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ എന്നാണ് എന്റെ ഓർമ്മ. സോ ഇതിൽ നമുക്ക് കൊടുക്കാം. ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ദെൻ ഇനി C വെച്ചിട്ട് ഒരുപാടുണ്ട് കേട്ടോ. C വെച്ചിട്ട് നമുക്ക് ആദ്യം കമൈലോബാക്ടർ പറയാം. സ്പെല്ലിംഗ് നോക്കരുത്. കമൈലോബാക്ടർ ഗ്രാനുലോമാറ്റിസ്. അതിനകത്ത് അതുമൂലം ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് ഡോണോവാനോസിസ് എന്നാണ്. ഡോവാനോസിസിൽ ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇനി C വെച്ചിട്ട് പറയുകയാണെങ്കിൽ ക്ലാമിഡിയ ട്രൈക്കോമാറ്റിസ്. സോ അത് കണ്ണിലുണ്ടാകുന്ന ഒരു അസുഖമാണ്. കണ്ണിലുണ്ടാകുന്ന ഈ അസുഖത്തിന് അസിത്രോമൈസിൻ ഒറ്റ ഒരു ഡോസ് കൊടുത്താൽ മതി. ദെൻ ഡോക്സൈക്ലിനും കൊടുക്കാം. ഡോക്സൈക്ലിനും കൊടുക്കുമ്പോൾ 10 ദിവസം കൊടുക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഗുണം. ആൻഡ് ഇനിയുള്ളത് C വെച്ചിട്ട് ഏറ്റവും ഫേമസ് യൂസ് ആണ് കോളറയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ദെൻ ഓൾസോ ഇൻ പ്രിവെൻഷൻ. രണ്ടിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഡ്രഗ് ഓഫ് ചോയ്സ് ഇപ്പോൾ അസിത്രോമൈസിൻ ആണ്. നേരത്തെ നമ്മൾ ഡോക്സൈക്ലിനൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അസിത്രോമൈസിൻ ആണ്. ഇനി D വെച്ചിട്ട് പറയാം. D വെച്ചിട്ട് ഡെന്റൽ ആക്കി പറയാം. ഡെന്റൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. പെരിയോഡോണ്ടൽ, ജിഞ്ചൈവൽ ഇൻഫെക്ഷൻസിനൊക്കെ നമുക്കിത് കൊടുക്കാം. അപ്പൊ ഇനി G വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഗോണോകോക്കയിൽ കൊടുക്കാം. ഗോണോകോക്കയിൽ നമുക്ക് കൊടുക്കാം. സാധാരണ ഗോണോകോക്കയിൽ സെഫ്ട്രിയാക്സോൺ എന്ന് പറഞ്ഞ 3rd ജനറേഷൻ
ഇൻഫെക്ഷൻ സെഫാലോസ്പോറിനാണ്. ഒപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക 2 ഗ്രാം വരെ അസിത്രോമൈസിൻ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമാണ്. ഇനി എച്ച് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹീമോഫിലസ് ഡുക്രീ എന്ന് പറയുന്ന അതിനകത്ത് അത് ചാങ്ക്രോഡാണ്. ചാങ്ക്രോഡിൽ നമുക്ക് അസിത്രോമൈസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ എല്ലാം സി ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിത് എച്ചാക്കിയതാണ്. ഇനി അടുത്തത് എൽ വെച്ചിട്ടാണ് ലീജിയോണല്ല ന്യൂമോണിയെ. സോ അതിൽ ഫ്ലൂറോക്കിനലോൺ കൊടുക്കാം. പക്ഷേ ഫ്ലൂറോക്കിനലോൺ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അസിത്രോമൈസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി എസ് വെച്ചിട്ട് STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് എല്ലാത്തിനും നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അത് ഇവൻ ഗോണോകോക്കൈ വെച്ചിട്ടുള്ളതായാലും നോൺ ഗോണോകോക്കൈ 2 കേസിലാണെങ്കിലും ഇത് ഫലവത്താണ്. സോ ക്ലാമിഡിയ പോലെയുള്ള ലിംഫോ ഗ്രാനുലോമ വെനേറം സോ അങ്ങനെയൊക്കെയുള്ളതിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം. ഡോക്സൈക്ലിൻ കൊടുക്കാം. വി ക്യാൻ ഗിവ് അസിത്രോമൈസിൻ. ദെൻ ഇനിയും ധാരാളം നോർമൽ ഇൻഫെക്ഷൻസ് എല്ലാത്തിലും നമുക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അസിത്രോമൈസിന്റെ ഡോസ് നമ്മൾ സാധാരണ പറയുക, എപ്പോഴും നമ്മൾ സാധാരണ കൊടുക്കുക ഇനീഷ്യൽ 250 മില്ലിഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം മിക്കവാറും 500 മില്ലിഗ്രാം കൊടുക്കും. പിന്നെ ദിവസേന 250 മില്ലിഗ്രാം വീതം ബാക്കി 2 ദിവസവും ഇപ്പൊ 5 ദിവസം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക. സോ കുട്ടികളിൽ റെഡി ടു ഗീവ് ഓറൽ സസ്പെൻഷനായിട്ട് സിറിഞ്ചായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഗുണമാണ്. ഈസി ആയിരുന്നു. മരുന്ന് കഴിച്ചോളൂ, ഒറ്റ നേരം കൊടുത്താൽ മതിയല്ലോ. ദെൻ അസിത്രോമൈസിന് ദെൻ ക്രിപ്റ്റോസ്പോറിഡിയം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം സോ ഇവയിലൊക്കെ ആക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല.